ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ക്രഞ്ചി വേൾഡ്. ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്നിതാ ഞാൻ കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ വീട്ടിൽ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കിച്ചൺ ഫുൾ അതിൻ്റെ സ്മെല്ലായിരിക്കും, പ്രത്യേകിച്ച് ഫിഷൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബാഡ് സ്മെൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു പാത്രം, ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ബോയിലായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5-10 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട്. തുറന്നിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അപ്പം നമ്മൾ ഈ ഒരു കംഫർട്ടിന്റെ സ്മെല്ല് നമ്മളെ കിച്ചൺ മുഴുവനായിട്ടൊന്ന് പരക്കും. അങ്ങനെ നമ്മളെ കിച്ചണിൽ ഉണ്ടായിരുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോവും. അപ്പൊ ഈ ഒരു ടിപ്പ് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതാവും, പക്ഷെ അറിയാത്തവരും ഉണ്ടാവും. അവർക്കൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഇതുപോലെ നല്ല പോലെ ഇങ്ങനെ ഒന്ന് ബോയിൽ ചെയ്യുക, ഇടയ്ക്ക് ഒന്ന് ഫ്ലെയിം കൂട്ടുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ല് എല്ലായിടത്തും എത്തും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാനിത് ഓഫ് ചെയ്ത്, അപ്പോഴേക്കും നമ്മളിവിടെ ഇപ്പോൾ ഫിഷ് ഉണ്ടാക്കിയിരുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി. നമ്മൾ അടുത്ത ടിപ്പ് ഇതാ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ കംഫർട്ട് ഒഴിച്ചുണ്ടാക്കിയ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ടിപ്പാണ്. ഇനി ഞാനിതാ ഇതുപോലത്തെ ഒരു സ്പ്രേയിങ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ലിക്വിഡ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതാ ഈ ബോട്ടിലേക്ക് ഒഴിക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ ഈ ലിക്വിഡ് ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടിപ്സിലേക്ക് കിടക്കാം. ഈ ഒരു ലിക്വിഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ടേബിളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ടേബിൾ തുടച്ചെടുക്കാം. ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നമ്മൾ ടേബിളിലുള്ള അഴുക്കും പോവും, അതുപോലെ തന്നെ നമ്മൾ ടേബിളിന് നല്ലൊരു സ്മെല്ലും കിട്ടും. ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ടേബിളിൽ സ്വാഭാവികമായിട്ട് ആ ഒരു ഫുഡിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നമ്മളൊരു കംഫർട്ടിന് നല്ലൊരു സ്മെല്ലായിരിക്കും. അടുത്ത് നമ്മൾ ഈ ഒരു ലിക്വിഡ് നമ്മളെ വീട്ടിലെ മാറ്റ്, കാർപ്പറ്റ്, അതുപോലെ കർട്ടനിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അതിനൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും. മാറ്റ് പൊതുവെ നമ്മൾ ഈ കാലൊക്കെ തുടക്കുന്നത് കാരണം അധികം ഒരു ബാഡ് സ്മെല്ലാവും. അപ്പോൾ ഇങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല സ്മെല്ലായിരിക്കും. കർട്ടനിലൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളെ റൂമിലൊക്കെ നല്ലൊരു എയർ ഫ്രഷ്നറിന്റെ പോലെ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇനി ഈ ടിഷ്യൂ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി എടുക്കണം. ഇതുപോലെ ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു ബോട്ടിലിന്റെ അടപ്പെടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ചെറിയ ബൗളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാത്ത ബൗളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. മടക്കിയ ടിഷ്യൂ ഞാനിതാ ഈ ഒരു ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിതിങ്ങനെ നമ്മുടെ കബോർഡ്, ഡ്രോയർ അതിൻ്റെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ ചെറിയ ബൗളൊക്കെ എടുത്തിട്ട് ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാൽ ഷൂവിൻ്റെ ഉള്ളിൽ ആ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തായി ഞാനിതാ മാസ്ക് എടുത്തിട്ടുണ്ട്.
ഇപ്പം മാസ്ക് ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല, എല്ലാവരുടെ വീട്ടിലും മാസ്ക് ഉണ്ടാവും. അപ്പം നമുക്ക് ഈ മാസ്ക് വെച്ചിട്ടൊരു ടിപ്പ് നോക്കാം. മാസ്കിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഞാനിതാ കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാം. നമ്മളെ ടോയ്ലറ്റിൽ വേണമെങ്കിൽ ഇടാം, ബാത്റൂമിൽ അങ്ങനെ ഇടുമ്പോൾ നല്ല സ്മെല്ല് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിലും ഇടാം. നമുക്കിതൊരു എയർ ഫ്രഷ്നർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എയർ ഫ്രഷ്നർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വാഷ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം അത് നമ്മൾ അടച്ചിടും. അതിനുശേഷം നമ്മൾ അടുത്തത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണിത്. ഇതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മളെ കംഫോർട്ട് ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യുക. മുഴുവനായിട്ട് ആ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്ലോത്ത് എന്ത് ചെയ്യുക, നമ്മളെ വാഷ് മെഷീൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം വാഷ് മെഷീൻ്റെ യൂസേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പോൾ പിന്നെ അടുത്തത് വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അടുത്തായി നമ്മൾ ഈ ലിക്വിഡിന്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനീഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ വൃത്തിയാവും ചെയ്യും. അതോടൊപ്പം അവിടെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. നമ്മളെ ഫുഡിന്റെ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ മിററിലേക്കും ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും. അടുത്ത നമ്മൾ ഫ്ലോർ ക്ലീൻ ആക്കാൻ വേണ്ടി എടുക്കുന്ന ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിൽ മഫ് മുക്കിയതിന് ശേഷം തുടച്ചെടുക്കുക. അപ്പം നമ്മളെ റൂം തന്നെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാല്, നമ്മൾ അയൺ ചെയ്യുന്നതിന് മുമ്പ് ഡ്രസ്സിൽ ഇതുപോലെ ഈ ഒരു ലിക്വിഡ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അയൺ ചെയ്യുക. അപ്പൊ നമ്മളെ ഈ ഡ്രസ്സിലൊക്കെ ആ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ അവിടെ നിൽക്കും. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടൊക്കെ ഒഴിച്ചിട്ടായിരിക്കും വാഷ് ചെയ്യുക. പക്ഷെ പിന്നെ നമ്മളത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ, വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് നമ്മളിങ്ങനെ അയൺ ചെയ്തിട്ട് നമ്മളെ കബോർഡിലേക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. ഇങ്ങനെ ചെയ്ത് വെച്ച ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ പെർഫ്യൂം അടിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം ഈ ഒരു നല്ല സ്മെല്ല് ആയ്മ ഉണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.